ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയതായിട്ട് വീട് പണിയുന്നവർക്ക് വേണ്ടി ബാത്റൂമുകൾ ചെയ്യുമ്പോൾ പ്ലംബിംഗ് ചെയ്യുമ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഡ്രോയിങ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ 6 ബാത്റൂമാണ് വരുന്നത് ടോട്ടൽ. ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബാത്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 3 ബാത്റൂമുമായിട്ട് മൊത്തം 6 ടോയ്ലറ്റാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡ്രോയിങ്ങിൽ ഓരോ ബാത്റൂമുകളിലും സെപ്പറേറ്റ് അവർ നമുക്ക് ഡ്രോയിങ്ങിൽ വരച്ച് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഡ്രോയിങ് ആണിത്. അപ്പോൾ ഇപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ടോയ്ലറ്റുകളിൽ എവിടെയൊക്കെയാണ് വാട്ടർ പോയിൻറ്റുകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്ത് തരും. ഇതിനകത്തൊരു പ്രയർ റൂം വരുന്നുണ്ട്. പ്രയർ റൂമിലൊരു ടാപ്പ് പോയിൻ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 സിങ്കാണ് വരുന്നത്. ഒരു മെയിൻ കിച്ചണിലും ഒരു വർക്കിംഗ് കിച്ചണിലും 2 സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണുള്ളത്. 2 ബെഡ്റൂമിനും അറ്റാച്ച്ഡായിട്ട് വരുന്ന 2 ബാത്റൂമുകളുണ്ട്. അതുകൂടാതെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെയായിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർ. അപ്പോൾ അങ്ങനെ മൊത്തം ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ടോയ്ലറ്റാണ് വരുന്നത്. പിന്നെ 2 കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. 2 കോർട്ട്യാർഡ് സ്പേസിലും വാട്ടർ പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ പ്ലംബിങ്ങിൻ്റെ ലേ ഔട്ട്. അപ്പോൾ ഇനി നമുക്കിനി വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലംബിങ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമുക്ക് ഒരു ബാത്റൂമിൻ്റെ കംപ്ലീറ്റ് ഏരിയകളുടെ അളവുകൾ ഇവർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ വരുന്ന ബാത്റൂം 350 സെൻറ്റിമീറ്ററാണ് ഈ ബാത്റൂമിൻ്റെ നീളം. അതിനകത്ത് ഒരു 90 സെൻറ്റിമീറ്ററാണ് വാഷ് ബേസിൻ ഏരിയ വന്നേക്കുന്നത്. അതുകൂടാതെ ബാലൻസ് 90 സെൻറ്റിമീറ്ററാണ് നമ്മുടെ EWC ഏരിയ വന്നേക്കുന്നത്. 120 സെൻറ്റിമീറ്ററാണ് നമ്മുടെ ഷവർ ഏരിയ വന്നേക്കുന്നത്. അങ്ങനെ മൊത്തം 300 സെൻറ്റിമീറ്ററോളം നമുക്ക് ബാക്കി 50 സെൻറ്റിമീറ്റർ ഒരു കോർട്ട്യാർഡ് സ്പേസാണ്. അവിടെ ജസ്റ്റ് ഫ്ലവേഴ്സ് എന്തെങ്കിലും വെക്കാമെന്ന് പറഞ്ഞാൽ അവർ ഏരിയ കൊടുത്തേക്കുന്നത്. അതുകൂടാതെ ക്ലോസറ്റ്, അതേപോലെ സ്പൗട്ട്, അതേപോലെ ഷവർ, ഇതിൻ്റെ എല്ലാ ഹൈറ്റ് ഇവർ കറക്റ്റായിട്ട് ഇവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഡൈവട്ടറിൻ്റെ ഹൈറ്റ് വരുന്നത് 120 സെൻറ്റിമീറ്ററാണ്. അതേപോലെ ഷവറിൻ്റെ സീലിംഗ് ഷവറാണ് വരുന്നത്. അതുകൂടാതെ സ്പൗട്ട് ഹൈറ്റ് 75 സെൻറ്റിമീറ്ററാണ് വരുന്നത്. അതേപോലെ ഇതിനകത്ത് നമുക്ക് 3 ട്രാപ്പുകൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കോർട്ട്യാർഡ് സ്പേസിൽ വരുന്നിടത്തൊരു ട്രാപ്പുണ്ട്. അതുകൂടാതെ 2 ട്രാപ്പുകൾ വെറ്റ് ഏരിയയിലും ഡ്രൈ ഏരിയ ആയിട്ടും സെപ്പറേറ്റ് ആണ്. 3 ട്രാപ്പുകളാണ് വേസ്റ്റ് വെള്ളത്തിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റമാണ് അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇത് പ്രയർ റൂമിൽ വരുന്നൊരു ടാപ്പിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുക്കാനായിട്ടാണ് ഈ ഡ്രോയിങ്ങിൽ ഇവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു സ്പൗട്ടിൻ്റെ ഹൈറ്റ്, ടാപ്പിൻ്റെ ഹൈറ്റ്, ഫിനിഷിംഗ് ഫ്ലോറിൽ നിന്ന് എത്ര താഴ്ന്നാണ് ബാത്റൂമിൽ നിൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അടുത്ത ഒരു ബാത്റൂമിൻ്റെ വരുന്നത്. ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റിൽ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടാമത് അതിനകത്തൊരു ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിലിപ്പോൾ സ്പൗട്ടിൻ്റെ അളവ് 75 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ക്ലോസറ്റ് വരുന്ന ഭാഗം 90 സെൻറ്റിമീറ്റർ. ആ ലെഡ്ജ് വാളിലാണ് ക്ലോസറ്റ് വരുന്നത്. അതുകൊണ്ട് ലെഡ്ജ് വാളിൻ്റെ ഹൈറ്റ് 120 സെൻറ്റിമീറ്റർ അതും അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ട്രാപ്പ് എവിടെ വരണമെന്ന് അത് കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഓരോരോ ഫിറ്റിങ്സിൻ്റെ ഹൈറ്റ് എവിടെ വരുന്നതെന്നുള്ള അത് വേറെ ലേ ഔട്ട് കാണിച്ചിട്ടുണ്ട്. ഫ്ലോറ്, വാഷ് ബേസിൻ്റെ ഏരിയ, വെറ്റ് ഏരിയ, പിന്നെ അതുകൂടാണ്ട് EWCയുടെ ഏരിയ, അതുകൂടാതെ ഷവറിൻ്റെ ഏരിയ എത്ര സെൻറ്റിമീറ്റർ വെച്ചാണ് എടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഡ്രോയിങ് നിങ്ങൾക്ക് പുതിയതായിട്ട് വീട് പണിയുന്ന ആളുകൾക്ക് എന്തായാലും മസ്റ്റായിട്ട് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ തന്നെ ഇതിനകത്ത് കാണിക്കുന്ന ഓരോരോ ഭാഗത്തും ഇതിൻ്റെ അളവുകൾ പറയുന്നുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡ്രോയിങ് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പറും എൻ്റെ ടെലഗ്രാം ഐഡിയും കൊടുക്കാം. അപ്പോൾ ഈ ഡ്രോയിങ് ആവശ്യമുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും തോന്നിയെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.